നമസ്കാരം. പ്രധാന വാർത്തകൾ. ടിക്കറ്റ് നൽകാതെ പണം വാങ്ങി KSRTC കണ്ടക്ടർ വിജിലൻസിന്റെ പിടിയിൽ. KSRTC മൂന്നാർ ഡബിൾ ഡക്കർ ബസ്സിലെ ഡ്രൈവർ കം കണ്ടക്ടറായ പ്രിൻസ് ചാക്കോയാണ് പിടിയിലായത്. മൂന്നാറിൽ നിന്നും ചിന്നക്കനാലിലേക്കുള്ള യാത്രക്കിടെയാണ് സംഭവം. വേഷം മാറി ബസ്സിൽ കയറിയ വിജിലൻസ് ഉദ്യോഗസ്ഥർ ചിന്നക്കനാലിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത്. യാത്രക്കാരനിൽ നിന്നും ടിക്കറ്റ് തുകയായ 400 രൂപ വാങ്ങിയ പ്രിൻസ് ചാക്കോ ടിക്കറ്റ് നൽകാതെ പോവുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് അറസ്റ്റ്. കണ്ടക്ടർക്കെതിരെ വകുപ്പ് തല നടപടികൾ സ്വീകരിക്കുമെന്ന് KSRTC അറിയിച്ചു. ഇയാൾ മുമ്പും സമാന രീതിയിൽ പണം വാങ്ങിയതായി പരാതികളുണ്ട്. അടുത്ത മണിക്കൂറിൽ ഈ 7 ജില്ലകളിൽ മഴ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ അടുത്ത മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാവുന്ന ദിനാന്തരീക്ഷാവസ്ഥ മുന്നറിയിപ്പുകൾ പുറത്തുവിട്ടു. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മാത്രമല്ല, ഇവിടങ്ങളിൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത കാണുമെന്നും ആളുകൾ ജാഗ്രത പുലർത്തണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നു. മംഗളൂരുവിൽ ബസ് സർവീസ് ഉടമയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു. AKMS ടൂർസ് ആൻഡ് ട്രാവൽസ് ഉടമ സൈഫുദ്ദീനെ മാൽപ്പയിൽ വെട്ടിക്കൊലപ്പെടുത്തി. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സൈഫുദ്ദീനെ കൊടവൂരിലെ വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 പേർ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി ആക്രമിക്കുകയായിരുന്നു എന്ന് ഉടുപ്പി ജില്ലാ പോലീസ് സൂപ്രണ്ട് ഹരിറാം ശങ്കർ പറഞ്ഞു. സൈഫുദ്ദീന്റെ ബസ്സുകളിൽ ഡ്രൈവർമാരായിരുന്നവരാണ് അക്രമികളെന്നാണ് സൂചന. നാടിനെ നടുക്കി റാലി ദുരന്തം. പ്രതികരിക്കാതെ വിജയ്, കേസെടുക്കണമെന്ന് CPM. തമിഴക വെട്ടറി കഴകം പ്രസിഡന്റ് വിജയുടെ റാലിയിലുണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ നിർണായക നീക്കങ്ങൾ. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സെക്രട്ടേറിയറ്റിലെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേരുകയാണ്. കളക്ടർമാരും മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുക്കുന്നു. സംഭവത്തിൽ വിജയ്ക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുണ്ട്. ദുരന്തത്തിൽ വിജയ്ക്കെതിരെ തമിഴ്നാട് CPM രംഗത്തെത്തി. മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് CPM ആവശ്യപ്പെട്ടു. TVK റാലികൾക്ക് ഹൈക്കോടതി നിബന്ധനകൾ ഏർപ്പെടുത്തിയിരുന്നു. ഇതും മറികടന്ന് നടത്തിയുള്ള റാലിയിലാണ് വൻ ദുരന്തമുണ്ടായത്. മാവേലിക്കരയിൽ കാറുകൾ കൂട്ടിയിടിച്ച് 4 പേർക്ക് ഗുരുതര പരിക്ക്. പുന്നമ്മൂട് ലാഹേൽ ജംഗ്ഷന് തെക്ക് ഭാഗത്ത് രാത്രി 9 മണിയോടെയാണ് അപകടം ഉണ്ടായത്. കായംകുളം ഭാഗത്തു നിന്ന് വന്ന കാറും ലാഹ ജംഗ്ഷനിൽ നിന്ന് വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ കൊയ്പ്പള്ളിക്കാരായ്മ കണ്ണങ്കര വീട്ടിൽ രാമകൃഷ്ണൻ, ഭാര്യ ബിന്ദു, മകൻ അഭയ്, കരുനാഗപ്പള്ളി സ്വദേശി അമൂൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ മാവേലിക്കര ജില്ലാശുപത്രിയിലും പിന്നീട് കല്യാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു.